ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന 3 ബെഡ്റൂമുള്ള വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഈ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നിയാൽ ഷെയർ കൂടി ചെയ്യുക. കൂടാതെ ഏകദേശം 200-ൽ കൂടുതൽ വീഡിയോസ് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുൻപുള്ള വീഡിയോസ് കാണാത്ത കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ സ്പേസ് 380 സെന്റിമീറ്റർ നീളവും 150 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളൊരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ സ്പേസ് 360 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് 2 പാളികളുള്ള വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസ് 330 സെന്റിമീറ്റർ വീതിയും 380 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും 3 പാളികൾ വീതമുള്ള ഓരോ വിൻഡോകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസും 330 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും ഫ്രണ്ട് സൈഡിലായിട്ടും 2 പാളികൾ വീതമുള്ള ഓരോ വിൻഡോകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സ്പേസ് വരുന്നത് 360 സെന്റിമീറ്റർ നീളവും 280 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളൊരു കോമൺ ബാത്റൂം കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ സ്പേസ് 180 സെന്റിമീറ്റർ നീളവും 140 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസ് 330 സെന്റിമീറ്റർ വീതിയും 340 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ബെഡ്റൂമിന്റെ ബാക്ക് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും 3 പാളികൾ വീതമുള്ള ഓരോ വിൻഡോകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിന്റെ സ്പേസ് 210 സെന്റിമീറ്റർ നീളവും 150 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ സ്പേസ് 330 സെന്റിമീറ്റർ നീളവും 280 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികൾ ഒരു വിൻഡോ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു വർക്ക് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഈ വർക്ക് ഏരിയയുടെ സ്പേസ് 360 സെന്റിമീറ്റർ നീളവും 140 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ല് കൊണ്ടുള്ള ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 1100 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 950 സെന്റിമീറ്ററും ആണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാർ പോർച്ചിന്റെ സ്പേസ് 360 സെന്റിമീറ്റർ നീളവും 320 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1068 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കണമെങ്കിൽ മിനിമം ഒരു 5 സെന്റ് പ്ലോട്ടെങ്കിലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫുൾ 3D ഒന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.